പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഴ അതിൻ്റെ കുത്തൊഴുക്കിൽ പാഞ്ഞു പോകുമ്പോൾ ഒഴുക്കിനെതിരെ ഒത്തിരി മീൻ കയറി വരും. പിന്നെ വേറൊരു ഭാഷയുണ്ട്, ഊത്തകൾ കയറി വരും. മഴവെള്ളം തീരുമ്പോൾ ഇവർ തിരിഞ്ഞിറങ്ങാൻ നോക്കുകയും ചെയ്യും. സന്തോഷത്തിൽ ഒരുപാട് പേര് കൂടെ നിൽക്കും, സൗന്ദര്യത്തിലും നിൽക്കും, സമ്പത്തിലും നിൽക്കും. കഷ്ടതയിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ കുഷ്ഠരോഗം വന്ന ജോബിൻ്റെ കാല് ഓടുകൊണ്ട് ചുരണ്ടുമ്പോൾ തേമാന്യനും ഒക്കെയാകുന്ന കുറേ ഫ്രണ്ട്സുണ്ട്, കൂട്ടുകാരുണ്ട്. അവർ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാൻ വന്നിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകം, ബൈബിളാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ജോബിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ബൈബിള് ഇവിടുത്തെ ക്രിസ്ത്യാനി മാത്രം വായിക്കുന്നത് ചിന്തയൊന്നുമില്ല എനിക്ക്. അപ്പം അത് നല്ലതാണ്. യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തപ്പം 5000 പേരും 7000 പേരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ തിന്നു ഭക്ഷിച്ച് തൃപ്തരായി 12 കുട്ടകൾ നിറച്ചു എന്നും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ കുരിശ് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? വളരെ ചുരുക്കം, വളരെ ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ കൂടെ നിൽക്കുന്നവരെ കണ്ണുകൊണ്ട് ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ കണ്ണുനീര് വരുമ്പോൾ നിങ്ങൾക്ക് വെറുതെ കണ്ണുകൊണ്ട് കരയേണ്ട ആവശ്യമില്ല, മനസ്സുകൊണ്ട് വേദനിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കഷ്ടതയിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്നവൻ ദൈവമാകയാൽ ആ കഷ്ടകാലത്തിൽ ശക്തനായവനെ ഒന്ന് പിടിച്ചു നോക്ക്. കളയൂല. അപ്പോൾ എവിടെയെങ്കിലും മനസ്സിലോ ശരീരത്തിലോ ഒക്കെ എന്തെങ്കിലും വിഷമോ പ്രയാസമൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചാൽ തകർന്നു പോകാൻ വേണ്ടിയല്ല ഉരുക്കുകോട്ട കൊണ്ടുള്ള ഈ മനസ്സൊക്കെ കെട്ടിവെച്ചേക്കുന്നത്. ജോൺസൺ കരു.